ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SNDDസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-വേ ബോക്സ് സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വയറിംഗ് ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലൊരു വൂഫർ അവർക്ക് കിട്ടി, അപ്പോൾ അത് കൊണ്ടുവന്നു. ഇതേപോലൊരു ട്യൂട്ടറും. ഈ ട്യൂട്ടർ ട്യൂട്ടറാണ്, പീസോ ടൈപ്പ് ട്യൂട്ടറാണ്. പിന്നെ നമ്മൾ നമ്മളെടുത്താണ് ഡൂക്കി സൗണ്ട്സിൻ്റെ ഒരു 150 വാട്ട്സിൻ്റെ ഒരു ക്രോസ് ഓവറും, ക്ഷമിക്കണം 80 വാട്ട്സിൻ്റെ ഒരു ക്രോസ് ഓവർ നമ്മൾ എടുത്തിട്ടുണ്ട്, 2-വേ ക്രോസ് ഓവർ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇത് ഞാൻ ഓംസ് ചെക്ക് ചെയ്തപ്പോൾ ഒരു 4 ohms ആണ് ഈ ഒരു വൂഫർ വരുന്നത്. അതേപോലെ ഈ ട്യൂട്ടർ വരുന്നതും 4 ohms ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു 2-വേ ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വയറിംഗ് ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ബോക്സ്. ഇതാണ് ഇത് നമ്മൾ സോണിയുടെ ഒരു ഹൈഫൈ സിസ്റ്റത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള വയറുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വയറുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ക്രോസ് ഓവറിലേക്കുള്ള കണക്ഷനുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു ക്രോസ് ഓവറിൻ്റെ വയറിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്രോസ് ഓവറിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബോക്സ് സെറ്റ് ചെയ്തപ്പോൾ, ഒരു സെൻട്രൽ ചാനലിൻ്റെ ബോക്സ് സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ കാണുന്ന അതായത് രണ്ട് ഹോള്, ഇതാണ് നമ്മളുടെ സ്പീക്കർ ഇൻപുട്ട് വരുന്നത്. അത് ബാക്കിൽ നമുക്ക് നോക്കി അറിയാം. ഇത് നെഗറ്റീവും ഈ കാണുന്നത് പോസിറ്റീവുമാണ്. പിന്നെ ഈ കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസാണ്, അതായത് വൂഫർ കൊടുക്കേണ്ടത്. വൂഫറിൻ്റെ മൈനസും ഇവിടെ പ്ലസും. ഇത് ട്യൂട്ടറിൻ്റെയാണ് ടി എന്ന് കാണുന്നത്. ഇവിടെ ട്യൂട്ടറിൻ്റെ മൈനസും ഇവിടെ ട്യൂട്ടറിൻ്റെ പ്ലസും. ഇതാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറുകളൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രോസ് ഓവറിൻ്റെ വയറിംഗ് ഒക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വയറിംഗ് കണക്ഷൻ ഒന്നുകൂടെ പറയാം. ഈ കാണുന്നത് ഇതാണ് ഇൻപുട്ട് കണക്ഷൻ, അതായത് നമ്മളുടെ ആംപ്ലിഫയറിൽ നിന്ന് വരേണ്ട കണക്ഷൻ ഇതാണ് ഇൻപുട്ട്. ഇത് വൂഫറിലേക്കുള്ള പ്ലസ് മൈനസ്, ഇത് ട്യൂട്ടറിലേക്കുള്ള പ്ലസ് മൈനസ്. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മളുടെ ഈ ബോക്സിനുള്ളിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് ഓവർ നമ്മളുടെ ബോക്സിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്പീക്കറിൻ്റെ സോക്കറ്റ് ഉണ്ട്, അതൊന്ന് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇതാണ് സ്പീക്കർ സോക്കറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്, പുഷ് ടൈപ്പ് സ്പീക്കർ സോക്കറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പീക്കർ സോക്കറ്റ് നമ്മൾ ഇതിലേക്ക് ഈ വയർ ഇതിലേക്ക് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഈ ഒരു ബോക്സിലേക്ക് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് സ്പീക്കർ സോക്കറ്റ് കൊടുക്കേണ്ട ആ ഒരു സെക്ഷനെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പീക്കറും ട്യൂട്ടറും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ആദ്യം നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് സൈഡ് ഒന്ന് സോൾഡർ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ട്യൂട്ടറിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. അത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്പീക്കറിൻ്റെ, അതായത് വൂഫറിൻ്റെ ആണ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വയറിങ് ചെയ്യുന്നത്. നമുക്കിനി വൂഫറിൻ്റെ കണക്ഷൻ നമുക്കൊന്ന് കൊടുക്കാം. നമുക്ക് പോസിറ്റീവ് വയർ നമുക്കിതിൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് ഒന്ന് സോൾഡർ ചെയ്യാം. ഇനി നെഗറ്റീവ് ലെഗിലേക്ക് നമുക്ക് നെഗറ്റീവ് വയറും ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ 2 വയറും സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്പീക്കർ ഇതിലേക്കൊന്ന് ഇറക്കി നമുക്ക് വയ്ക്കാം. നമ്മൾ ഈ ബോക്സ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു വൂഫർ നല്ല ഒരു ബ്രാൻഡഡ് ബോക്സിലൊക്കെ വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഒരു ബ്രാൻഡഡ് ലുക്ക് തന്നെ ഇതിന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ഡ്രൈവേഴ്സിൻ്റെയൊക്കെ സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ബോക്സിൻ്റെ വർക്ക്
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ബ്രാൻഡഡ് ലുക്കാണ് തോന്നുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഗ്രില്ല് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വയർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്ററി എടുത്തിട്ട് നമുക്കൊന്ന് സ്പാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെയാണ്, വർക്കിംഗ് എല്ലാം പക്കയായിട്ടുണ്ട്. അപ്പം ഇതേപോലുള്ള ബോക്സുകൾ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനാണെങ്കിലും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ബോക്സുകളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. ഗുഡ് ബൈ.